ഭാരതീയ നവോത്ഥാന മഹാകവയത്രത്തിലെ പ്രഥമഗണനീയനായ മഹാകവി കുമാരനാശാനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ടാഗോർ, ഇഖ്ബാൽ എന്നിവരെ പോലെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാതിരുന്നത് ഒരുപക്ഷെ മലയാള കവിയായതുകൊണ്ടാകാം. എന്നാൽ മലയാള കവിതയിൽ നവനീത ദാർശനിക സമസ്യകൾ, കാൽപ്പനികതയുടെ വസന്തം, ഒപ്പം നവോത്ഥാനത്തിൻ്റെ സിംഹഗർജനം എന്നിവയ്ക്ക് ഒരേപോലെ പ്രപഞ്ചം സൃഷ്ടിച്ച അതുല്യ പ്രതിഭയാണ് ആശാൻ. മാപ്പിള ലഹളയ്ക്കെതിരെയുള്ള ഇടിമുഴക്കമായി മാറിയ ദുരവസ്ഥ എന്ന കാവ്യത്തിൻ്റെ 100-ാം വർഷത്തിലും കുമാരനാശാൻ്റെ 150-ാം ജന്മദിനത്തിലും എത്തി നിൽക്കുമ്പോൾ 1873 മുതൽ 1924 വരെയുള്ള അദ്ദേഹത്തിൻ്റെ 51 വർഷത്തെ വിപ്ലവകരമായ ജീവിതത്തിലൂടെ നമ്മൾ കടന്നുപോകും. ഒരു വേള ബംഗാളിൻ്റെ പുത്രനായിരുന്നുവെങ്കിൽ ആശാന് അത്തരത്തിൽ അംഗീകാരം ലഭിക്കുമായിരുന്നു എന്ന വിലയിരുത്തലിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് നമ്മൾക്ക് പരിശോധിക്കാം. 1873 ഏപ്രിൽ 12-ന് ചിത്ര പൗർണമി നാളിൽ ചിറയൻകീഴ് താലൂക്കിലെ കായികക്കരയിൽ പുരാതന തൊമ്മൻ വിളിക്കാം കുടുംബത്തിലാണ് ആശാൻ ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ സംസ്കൃതം, തമിഴ്, ജ്യോതിഷം എന്നിവ ഹൃദയസ്ഥമാക്കിയ അദ്ദേഹം നിരവധി കവിതകളും നാടകങ്ങളും രചിച്ചിരുന്നു. ആശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവായത് 18-ാം വയസ്സിൽ ശ്രീനാരായണ ഗുരുദേവനുമായുള്ള സംഗമമാണ്. ഈ ബന്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വ്യക്തമായ ദിശാബോധം നൽകി. ഗുരുദേവൻ ഡോക്ടർ പൽപ്പുവിന്റെ സഹായത്തോടെ ഉന്നത വിദ്യാഭ്യാസത്തിനായി ആശാനെ ബാംഗ്ലൂർ, ബംഗാൾ, മദിരാശി എന്നിവിടങ്ങളിലേക്ക് അയച്ച് വളർത്തിയെടുത്തു. അദ്ദേഹം ഒരു തികഞ്ഞ അദ്വൈതവാദിയായിരുന്നു. ശ്രീനാരായണ ധർമ്മ പ്രചരണത്തിനായി ജീവിതം ഉഴിഞ്ഞുവെച്ച ആശാന് ഗുരുവിൻ്റെ ഒട്ടേറെ ഉൾക്കാഴ്ചകൾ ലഭിച്ചിരുന്നു. ഗുരു നൽകിയ ഈ പരിവർത്തന വിപ്ലവം 51 വർഷത്തെ ആശാന്റെ ജീവിതത്തിന്റെ അടിത്തറയായിരുന്നു. ഹിമാലയത്തെ ഒറ്റ ശ്ലോകം കൊണ്ടും ഒരു മൊട്ടുസൂചിയെ 100 ശ്ലോകം കൊണ്ടും വർണ്ണിക്കാൻ പ്രാപ്തനാണ് കുമാരനാശാൻ എന്ന വിലയിരുത്തലിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ കവിത്വശേഷി നമുക്ക് ഊഹിക്കാവുന്നതാണ്. കൊൽക്കത്തയിൽ പഠിക്കുമ്പോൾ തന്നെ ആശാൻ സ്വാമി വിവേകാനന്ദന്റെ ആദർശങ്ങൾക്ക് അടുത്തറിഞ്ഞിരുന്നു. വിവേകാനന്ദ ദർശനങ്ങൾ അദ്ദേഹത്തിന് ആഴത്തിൽ സ്വാധീനം ചെലുത്തി. ഈ ആദരവ് കാരണം സംഘടനാ പ്രവർത്തനത്തിനായി ആരംഭിച്ച മുഖപത്രത്തിന് വിവേകാനന്ദോദയം എന്ന പ്രസ്സിന് ആനന്ദ എന്നും അദ്ദേഹം പേര് നൽകി. വിവേകാനന്ദൻ ആശാന്റെ മനസ്സിൽ കൊളുത്തിയ ഹിന്ദുത്വവും ഭാരതീയ സങ്കല്പവും അദ്ദേഹത്തിന് ഏത് കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ കരുത്തു നൽകിയിരുന്നു. സ്വാമികളുടെ വിഖ്യാത കൃതിയായ രാജയോഗം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും അദ്ദേഹത്തോടുള്ള ഭക്തി കാരണമാണ്. വിവേകോദയത്തിൽ വിവേകാനന്ദ കൃതികളും സൂക്തങ്ങളും വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിരുന്നു. 1921 മാപ്പിള ലഹളയുടെ ഭീകരത തുറന്നുകാട്ടുന്ന 1700 ശീലുകളുള്ള ദുരവസ്ഥ എന്ന കാവ്യം 3 മാസം കൊണ്ടാണ് ആശാൻ രചിച്ചത്. സ്നേഹഗായകനായി അറിയപ്പെടുന്ന ആശാൻ ദുരവസ്ഥയിലൂടെ സാമൂഹിക വിപ്ലവത്തിന് ശംഖനാദം മുഴക്കി. ഈ കാവ്യത്തിൽ ലഹളയുടെ ക്രൂരതകൾ ആശാൻ തുറന്നെഴുതി. ക്രൂരമഹന്മദർ ചിന്തുന്ന ഹൈന്ദവ ചോരയാൽ ചോന്നെഴും ഏറനാട്ടിലെന്നും ദള്ളാർന്ന ദുഷ്ട മഹമ്മദർ കേറി കൊള്ളയിട്ടാർത്തഹോ തീ കൊളുത്തി എന്നും എഴുതിയപ്പോൾ തന്നെ ഹിന്ദു സമൂഹത്തിലെ ജാതീയതയ്ക്കെതിരെ അദ്ദേഹം പടവാളെടുത്തു. അദ്ദേഹത്തിന്റെ വിപ്ലവമായ വരികൾ ഇതാ: കാലം വൈകിപ്പോയി, കേവലമാചാര നൂലുകളെല്ലാം പഴകിപ്പോയി, കെട്ടിനിറുത്താൻ കഴിയാതെ ദുർബലതപ്പെട്ട ചരടിൽ ജനത നിൽക്കാം. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളെ നിങ്ങളെത്താൻ. ജാതീയത മൂലം കേരളമാകുന്ന മാതാവിൻ്റെ ഗർഭത്തിൽ കിടന്ന പെരുമക്കന്മാരും ശങ്കരാചാര്യന്മാരും തുഞ്ചന്മാരും കുഞ്ചന്മാരും ചാപിള്ളകളായി എന്നും കവി വിലപിച്ചു. ദുരവസ്ഥ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് ആശാന് 2 മേഖലകളിൽ നിന്നും എതിർപ്പ് നേരിട്ടു. മുസ്ലിങ്ങൾക്കൊപ്പം സവർണ ഹിന്ദുക്കളും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നു. എന്നാൽ ശ്രീനാരായണ ഗുരുവിൻ്റെയും ചട്ടമ്പി സ്വാമികളുടെയും മൗനാനുഗ്രഹം ഈ കാവ്യത്തിനുണ്ടായിരുന്നുവെന്ന് ശ്രദ്ധേയമാണ്. ബംഗാളിൽ പഠിക്കുമ്പോൾ കുമാരനാശാൻ രവീന്ദ്രനാഥ ടാഗോറിനെ സന്ദർശിക്കുകയും അവരുമായി സൗഹൃദത്തിലാവുകയും ചെയ്തിരുന്നു. 1922 ടാഗോർ കേരളം സന്ദർശിച്ചപ്പോൾ ശ്രീനാരായണ ഗുരുദേവനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദ്വിഭാഷിയായത് കുമാരനാശാനായിരുന്നു.
തിരുവനന്തപുരത്ത് രാജകുടുംബാംഗങ്ങൾ ടാഗോറിന് നൽകിയ സ്വീകരണത്തിൽ മഹാകവിക്ക് സമർപ്പിക്കാനുള്ള മംഗളപത്രം എഴുതിയതും ആശാനായിരുന്നു. ശിവഗിരിയിൽ ടാഗോറിന് സമർപ്പിച്ച സംസ്കൃതത്തിലുള്ള സ്വാഗത പഞ്ചകം രചിച്ചതും സദസ്സിൽ വായിച്ചതും ആശാനാണ്. കൊച്ചി മഹാരാജാവ് കവിശ്രേഷ്ഠന്മാരെ ആദരിച്ചപ്പോൾ ആശാനെ അവഗണിച്ചു. എന്നാൽ മലയാളത്തിന്റെ മഹാകവിയായി മദുരാശി സർവകലാശാല തിരഞ്ഞെടുത്തത് ആശാനെയായിരുന്നു. കൂടാതെ ബ്രിട്ടീഷ് കിരീടാവകാശി വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശന വേളയിൽ ആശാനെ പട്ടും വളയും നൽകി ആദരിക്കുകയും ചെയ്തിരുന്നു. മതപരിവർത്തന സംരംഭങ്ങൾക്കെതിരായി ഈഴവ സമുദായത്തിൽ നടന്ന സമ്മേളനത്തിൽ ആശാൻ ശക്തമായി പ്രസംഗിച്ച് മതപരിവർത്തന നീക്കത്തെ തകർത്തു. ഈ നിലപാടിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് ആശാൻ എഴുതിയ മറുപടിയാണ് അദ്ദേഹത്തിന്റെ കാലശേഷം പ്രസിദ്ധീകരിച്ച മതപരിവർത്തന സംവാദം. ദുരവസ്ഥ പ്രസിദ്ധീകരിച്ചതിനു ശേഷം നിരവധി ഭീഷണികൾ ആശാന് നേരിടേണ്ടി വന്നു. 1923 മാർച്ചിൽ ഒരു മോട്ടോർ വണ്ടി അപകടത്തിൽ നിന്ന് അദ്ദേഹം കഷ്ടിച്ച് രക്ഷപ്പെട്ടിരുന്നു. 1924 ജനുവരി 16 കൊല്ലത്ത് നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രയിൽ പല്ലനയാറ്റിൽ വച്ച് റെഡിമേർ ബോട്ട് മുങ്ങിയാണ് ആശാൻ മരിക്കുന്നത്. ഈ അപകടത്തിൽ 24 പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. കടലിലും കായലിലും നല്ലപോലെ നീന്തുകയും പലപ്പോഴും അപകടങ്ങളിൽപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്തിട്ടുള്ളയാളാണ് കുമാരനാശാൻ. നീന്തൽ വലിയ ആവേശമായിരുന്ന ഒരാൾ. നീന്തൽ അറിയാത്തവൻ വരെ രക്ഷപ്പെട്ട ഈ അപകടത്തിൽ മുങ്ങി മരിച്ചു എന്നത് അന്ന് തന്നെ വിവാദമായിരുന്നു. ദുരവസ്ഥയുടെ രചന അദ്ദേഹത്തിന്റെ അപകടമരണത്തിന് ഇടയാക്കിയോ എന്ന ചർച്ചകൾ ഇന്നും പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ യഥാർത്ഥ വിവരങ്ങൾ ഇന്നും ദുരൂഹമായി തുടരുന്നു. കാൽപ്പനികതയുടെ സൗന്ദര്യവും ദാർശനികതയുടെ ആഴവും സാമൂഹിക വിപ്ലവത്തിന്റെ അഗ്നിയും ഒരേ തൂലികയിൽ സമ്മേളിച്ച മഹാകവി കുമാരനാശാൻ തൻ്റെ ഹ്രസ്വമായ ജീവിതം കൊണ്ട് മലയാള കവിതയുടെയും നവോത്ഥാനത്തിൻ്റെയും ഗതി മാറ്റിമറിച്ചു. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇന്നും കേരള സമൂഹത്തിൽ മാറ്റൊലി കൊള്ളുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.